നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ കഞ്ഞിയുടെ കൂടെ ആയാലും പിന്നെ ബിരിയാണിയുടെ കൂടെയൊക്കെ ആയാലും സൈഡിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ കണ്ടല്ലോ, തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും. ബീറ്റ്റൂട്ടാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. ഈസിയാണ്, ഒരു വ്യത്യസ്തമായ ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിന് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് നമ്മളൊരു ചെറിയ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കുന്നതിലൊന്നും ഇങ്ങനെ കട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താലും അല്ലെങ്കിൽ കുറച്ച് വലുതായി പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊന്ന് എണ്ണയിൽ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. സാധാരണ ഏത് ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിട്ട്. ഒരു നാടൻ രീതിയിലാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ആ പച്ചയ്ക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല. പക്ഷേ ബീറ്റ്റൂട്ട് പച്ചയ്ക്ക് കഴിക്കുന്നവരുണ്ട്. നമ്മൾ സാലഡ്സിലും അല്ലാതെ ജ്യൂസ് അടിച്ചിട്ടൊക്കെ കഴിക്കും. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചവർപ്പ് ഒന്ന് മാറി കിട്ടാനാണ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇത് പച്ചയ്ക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മളിത് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും, ഒന്ന് ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ബീറ്റ്റൂട്ട് വാടിക്കഴിഞ്ഞത് ഇതുപോലെ ആയി വരുന്ന സമയം നമ്മൾ ഇതിലേക്ക് ഒരു പകുതി, അതായത് ഒരു ചെറിയ തേങ്ങയുടെ പകുതി മുറി തേങ്ങ, അതിപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് തേങ്ങ ചേർക്കുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് ചിരകി വേണമെങ്കിൽ ചിരകി ചേർക്കാം. എന്തായാലും ഒരു അരമുറി തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കഷ്ണം തേങ്ങ ആണ് ചേർത്തത്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇത് മാത്രമായിട്ട് മൂപ്പിക്കണം. അല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കൂല കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തുണ്ടല്ലോ, ഏതാണ്ട് ഇങ്ങനെ ചൂടായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി കഷ്ണം മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 4-5 ചെറിയ ഉള്ളി അതും കൂടെ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ചിരകിയ തേങ്ങയാണ് നിങ്ങൾ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കേണ്ട, ഈ ഒരു സമയത്തല്ല കേട്ടോ ചേർക്കേണ്ട. ചിരകിയ തേങ്ങയാണ് ഞാൻ പറഞ്ഞ എത്ര ചൂടാവുണ്ടാകും. അതുകൊണ്ട് തേങ്ങ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാം ഈ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു വറ്റൽമുളക്, ഒരു 4-5 എണ്ണം എരിവ് നോക്കിയിട്ട്. വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ നമ്മൾ ചിരകിയത് ചേർക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താലും മതി. അപ്പോൾ എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ല കേട്ടോ, ഇത് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളി ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് പൾസ് ചെയ്ത് എടുക്കാം കേട്ടോ. ഒരു 2-3 തവണ പൾസ് ചെയ്തെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കേണ്ട, നല്ലപോലെ അരയൊന്നും വേണ്ട. നമ്മൾ ചമ്മന്തി എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ചെറിയൊരു തരിപ്പ് വേണം. അപ്പോൾ അതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ അരയ്ക്കുന്നത്. ഒരുപാട് അങ്ങ് വല്ലാതെ അരച്ചൊന്നും എടുക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് ചമ്മന്തി ഇവിടെ റെഡിയായി. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തല്ലോ. അപ്പോൾ തേങ്ങയുടെ കൂടെ ഇങ്ങനെ ഇപ്പം നമ്മൾ ചൂടാക്കില്ലേ, വഴറ്റിയെടുത്തിട്ട് ചേർക്കുന്നില്ലേ, ഡയറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ അധികം ചേർക്കേണ്ട, 1-2 വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ഉപ്പേരിയും ചമ്മന്തിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.